കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നല്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണുമുള്ളവർ കാണണം, കേൾക്കണം. അല്ലാതെ കണ്ടിട്ടും കേട്ടിട്ടും കാണാതെയും കേൾക്കാതെയും നടിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെയാണ്. നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നത് നിങ്ങളുടെ സ്വത്വബോധത്തെ തന്നെയാണ്, നിങ്ങളുടെ പാരമ്പര്യത്തെയാണ്, നിങ്ങളുടെ സംസ്കാരത്തെയാണ്. അതിലുപരി നിങ്ങളുടെ ഏകസത്യ വിശ്വാസത്തെയാണ്. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തേർവാഴ്ചകളിൽ ഇന്ന് ലോകം നോക്കിക്കാണുന്നത് ക്രിസ്തുമതത്തിന്റെ അടിവേരുകൾ ഇളക്കാനുള്ള പദ്ധതികൾ മാത്രമാണ്. ചില തീവ്ര ചിന്താഗതിക്കാർ അവഹേളനങ്ങളുടെ കോലങ്ങൾ കെട്ടിത്തുള്ളുന്നു, ചിലരെ കൊണ്ട് തുള്ളിക്കുന്നു. തികച്ചും വ്യക്തമായ ധാരണകൾ ഉള്ളവരാണ്. അവരുടെ ലക്ഷ്യം ക്രിസ്തുമതത്തെ തകർക്കുക എന്നത് തന്നെയാണ്. ഇത് മനസ്സിലാക്കി ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മാടപ്രാവിന്റെ ഹൃദയം മാത്രമല്ല, സർപ്പങ്ങളുടെ വിവേകം നമ്മളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ സത്യങ്ങളെയാണ്. മതവിശ്വാസം ഇല്ല എന്ന് ഉറക്കെ പറയുന്ന ഇലോൺ മസ്കിന്റെ ബോധം പോലും ക്രിസ്തുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നേതൃത്വങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ. ഫ്രിമേസൺ ഫണ്ടും പൊളിറ്റിക്കൽ ഇസ്ലാം ഫണ്ടും വാങ്ങി മണിപ്പൂർ വടക്കേന്ത്യ എന്ന് മാത്രം പറയാൻ അറിയാവുന്നവർ കേരളത്തിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നു. ആടുകളുടെ ചൂരും ചൂടും അറിയാത്തവർ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നതിനാൽ ജീവന് ഭീഷണി നേരിട്ടിട്ടും സധൈര്യം പ്രവർത്തിക്കുന്നവരെ തീവ്രവാദികളായി മുദ്രകുത്തി അകറ്റി നിർത്തുകയും ചെയ്യുകയാണ്. ഒളിമ്പിക്സ് ഗെയിംസിന്റെ സംഘാടകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പെറ്റീഷൻ ക്യാമ്പയിനിൽ 10,000ങ്ങളാണ് പങ്കുചേർന്നത്. 1,00,000 പേരാണ് നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഡ്രാഗ് ക്വീൻസൺ അവതരിപ്പിച്ച ലാസ്റ്റ് സഫറിന്റെ വികലമായ അവതരണത്തിനെതിരെ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളിൽ നിന്നും പ്രമുഖ നേതാക്കളിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 1.5 ബില്യൺ യൂറോയുടെ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ പരിപാടിയിൽ അപ്പസ്തോലന്മാരെയും യേശുവിനെയും അവഹേളനപരമായി ചിത്രീകരിച്ച രംഗങ്ങൾ ഏറെ പ്രതിഷേധാർഹമാണെന്ന് സംഘടന പ്രസ്താവിച്ചിരുന്നു. ഡ്രാക്കീൻസിന്റെയും അർദ്ധനഗ്നരായ സ്വവർഗ അനുരാഗികളുടെയും കൂട്ടം അന്ത്യത്താഴം പുനഃസൃഷ്ടിച്ച് വിശ്വാസത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോ ഒളിമ്പിക്സ് ഗെയിമിലും ലോകമെമ്പാടുമുള്ള സ്റ്റേഡിയങ്ങളിൽ നിറഞ്ഞു നിന്ന ആരോഗ്യപരമായ മനോഭാവത്തിൽ നിന്ന് ഇന്ന് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും വിചിത്രമായ കണ്ണടകളും പുതിയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണവും എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ക്രൈസ്തവരുടെ വിശ്വാസത്തെ അപമാനിക്കാൻ ഒളിമ്പിക്സിന്റെ വ്യാപ്തി മുതലെടുക്കാൻ അവർ തീരുമാനിച്ചത് ശരിക്കും ലജ്ജാകരമാണ്. ഉദ്ഘാടന ചടങ്ങ് ആസൂത്രണം ചെയ്തതിന് ഉത്തരവാദിയായ വ്യക്തിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംഘടന പ്രസ്താവിച്ചിരുന്നു. സംഭവത്തിൽ ലോകവ്യാപക പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്.